കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയും പുനഃക്രമീകരിച്ച റാങ്ക് പട്ടികയും ചോദ്യം ചെയ്ത് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ വരും. കൂടുതൽ വിവരങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. തനേഷ്, ഗുഡ് മോർണിംഗ്. കുട്ടികൾക്ക് വല്ലാത്ത ആശങ്കയാണ്. ഈ സ്റ്റേറ്റ് സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ അതിന് സമയമെടുത്താൽ പിന്നീട് ഈ കുട്ടികൾക്ക് ഈ വർഷം പ്രവേശനം നടക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുടെ ഘോഷയാത്രയാണ് ഈ കീം ഫലം പുറത്തു വന്നതിന് ശേഷം. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് അടിമുടി ആശയക്കുഴപ്പം തുടരുകയാണ്. നേരത്തെ പുതിയ ഫോർമുല അനുസരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റ്, റാങ്ക് പട്ടിക അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ആ നടപടി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് സങ്കീർണമായ ഒരു നിയമ സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തിച്ചേർന്നത്. എന്തായാലും അപ്പീൽ പോകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പക്ഷേ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ, അവർ ആദ്യമുണ്ടായിരുന്ന റാങ്ക് പട്ടികയിൽ മുൻപിലുണ്ടായിരുന്നവരാണ്. ഈ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നതോടുകൂടി അവർ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇന്നലെ 15 വിദ്യാർത്ഥികളാണ് ഓൺലൈനായി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പുതിയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രഖ്യാപിച്ചപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നഷ്ടമായി എന്നുള്ളതാണ്. അത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള നീതികേടാണ് എന്നുള്ളതാണ് പ്രധാനമായും ഹർജിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല, മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരാകും. കൂടുതൽ വിദ്യാർത്ഥികൾ കൂടി ഈ ഹർജിയിൽ ഹർജിയുടെ ഭാഗമാകും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്നായിരിക്കും ചിത്രം വ്യക്തമാവുക. മാത്രമല്ല, ഈ ആദ്യത്തെ 100 റാങ്കിൽ 21 പേർ പുതുക്കിയ പട്ടികയിൽ കേരള സിലബസിൽ നിന്നുള്ളവരാണ്. പഴയ റാങ്കിങ്ങിൽ ആദ്യ 100-ൽ 43 പേർ കേരള സിലബസിൽ നിന്നുള്ളവരായിരുന്നു. അതായത് അത്രയും പേർ പുറകോട്ട് പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് ഈ ഏറ്റവും മുൻപന്തിയിലുള്ള റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്കാകെ ആ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് സിലബസ് കഴിഞ്ഞ 12 വർഷമായി പിന്തുടർന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ഒരു നീതി നിഷേധം ഉണ്ടാകരുത്. അതുകൊണ്ട് എന്തായാലും ഇനി സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത്. ഓഗസ്റ്റ് 18-നാണ് കീം പ്രവേശന നടപടികളാകെ പൂർത്തീകരിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അതിനു മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. ഏതായാലും 1 മാസത്തെ സാവകാശം കൂട്ടി നൽകണം ഈ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ എന്നുകൂടി സംസ്ഥാന സർക്കാർ ഇതിനിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് കെ എൻ. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. കീമിൻ്റെ ഫലം വന്നതിന് ശേഷം ഈ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്ക് പല കുട്ടികളുടെയും റാങ്ക് കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എൻ്റെ വാട്സപ്പിലൊക്കെ സന്ദേശം അയക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ വലിയ കാര്യങ്ങളൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ ഹർജി പോകട്ടെ, സുപ്രീം കോടതി തന്നെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും കരണീയമായ കാര്യം.